പാമ്പുകളുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പല സിനിമകളും പരമ്പരകളും ഒക്കെ പുറത്തിറങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ അന്ധവിശ്വാസങ്ങളായി തള്ളിക്കളയുന്ന ആളുകളും നിരവധിയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഔറയ്യ എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവം കേട്ടാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് കതിർ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലേണ്ട ഒരു 24-കാരി പൊടുന്നനെ ഒരു ദിവസം പാമ്പായി മാറി അപ്രത്യക്ഷയായിരിക്കുന്നു. പെൺകുട്ടിയുടെ മുറി പരിശോധിച്ച വീട്ടുകാർ കണ്ടത് ഭയപ്പെടുത്തുന്ന രീതിയിൽ 5 അടിയോളം നീളമുള്ള ഒരു പാമ്പിന്റെ പടം കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ്. ഇതുകൂടാതെ പെൺകുട്ടി തലേന്ന് രാത്രി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ആ കട്ടിലിൽ കിടക്കുന്നുണ്ട്. പിന്നാലെ കാട്ടുതീ പോലെ ഈ സംഭവം ആ നാട്ടിൽ ഒന്നാകെ പരന്നു. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാകട്ടെ വലിയ ഒരു ട്വിസ്റ്റുമാണ്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. റീന എന്ന 24-കാരി വീട്ടിലെ 6 മക്കളിൽ ഏറ്റവും ഇളയവളാണ്. റീനയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസമായി റീന വീട്ടുകാരോട് ചില വിചിത്രമായ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. താൻ ഉറക്കത്തിൽ സ്ഥിരമായി പാമ്പുകളെ സ്വപ്നം കാണാറുണ്ടെന്നും പാമ്പുകൾ തന്നോട് സംസാരിക്കുന്നുണ്ടെന്നുമൊക്കെയായിരുന്നു അത്. പാമ്പുകളെ സ്വപ്നം കാണുന്നത് ഒരു പുതിയ കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇത് കാര്യമാക്കിയതുമില്ല. പെൺകുട്ടിയുടെ വിവാഹം അടുത്തിരുന്നതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വീട്ടുകാരെല്ലാം. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം റീനയെ കാണാതാകുന്നത്. ഏറെ നേരം കഴിഞ്ഞിട്ടും രാവിലെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ചകൾ വീട്ടുകാർ കാണുന്നത്. വസ്ത്രങ്ങൾക്കും പാമ്പിന്റെ പടത്തിനു പുറമെ സമീപത്ത് തന്നെയുള്ള ഒരു പ്രശസ്തമായ നാഗക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു ചെറിയ സർപ്പ വിഗ്രഹവും അവിടെ ഉണ്ടായിരുന്നു. ഇതോടെ വീട്ടുകാർ ആകെ അമ്പരന്നുപോയി. പെൺകുട്ടി പാമ്പായി മാറി എന്ന വാർത്ത ആ നാടൊന്നാകെ പരന്നു. ഹിന്ദി സീരിയലുകളിൽ നാഗിൻ കഥകൾക്ക് സമാനമായി മകൾ പാമ്പായി രൂപപ്പെട്ടതാണെന്ന് വീട്ടുകാർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന് വീട്ടുകാരോ ഗ്രാമവാസികളോ പറയുന്ന കഥകളൊന്നും തന്നെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല. അവർ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പെൺകുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ആദ്യം പരിശോധനയ്ക്ക് വിധേയമാക്കിയത് റീനയുടെ ഫോൺ കോളുകളായിരുന്നു. അവിടെയാണ് വലിയ ഒരു ട്വിസ്റ്റ് ഒളിഞ്ഞിരുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റീന അതേ ഗ്രാമത്തിലുള്ള ഒരു യുവാവുമായി നിരന്തരം സംസാരിക്കുന്നുണ്ടായിരുന്നു. പോലീസിന്റെ അന്വേഷണം ആ യുവാവിനെ കേന്ദ്രീകരിച്ച് നടന്നപ്പോൾ അയാളും അന്ന് രാത്രി മുതൽ മിസ്സിംഗ് ആണെന്ന വിവരം ലഭിച്ചു. ഇതോടെയാണ് സംഭവം ഒരു അത്ഭുത പ്രതിമാസമല്ല, മറിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഒരു ഒളിച്ചോട്ട കഥയാണെന്ന് പോലീസിനും നാട്ടുകാർക്കും മനസ്സിലാകുന്നത്. റീനയ്ക്ക് വീട്ടുകാർ ഉറപ്പിച്ച വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നുവെന്നും കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് റീന ഇങ്ങനെയൊരു നാടകം കളിച്ചത് എന്നുമാണ് പോലീസ് പറയുന്നത്. ഇതിനായി 3 മാസം മുൻപേ തന്നെ റീന പദ്ധതി തയ്യാറാക്കിയിരുന്നു. പാമ്പിനെ സ്വപ്നം കാണുന്നുവെന്ന കഥകളൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. ഒളിച്ചോടിയ അന്ന് രാത്രി എവിടെ നിന്നോ പാമ്പിന്റെ പടം സംഘടിപ്പിച്ച കട്ടിലിൽ ഇടുകയും വസ്ത്രം മാറ്റിയ ശേഷം ജനൽ വഴി കാമുകനൊപ്പം കടന്നുകളയുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. താൻ പാമ്പായി മാറിയെന്ന് വീട്ടുകാർ വിശ്വസിച്ചാൽ അവർ തന്നെ തിരയുന്നത് നിർത്തുമെന്നും തന്റെ പിന്നാലെ പോലീസ് വരില്ലെന്നും റീന കരുതി. എന്നാലും 24-കാരിയുടെ ബുദ്ധി അപാരം തന്നെ. തന്റെ പ്രണയത്തിനു വേണ്ടി പാമ്പായി മാറാൻ പോലും തയ്യാറായ റീനയുടെ ബുദ്ധി കണ്ട പോലീസും നാട്ടുകാരും ഒക്കെ അമ്പരന്നിരിക്കുകയാണ്.